ഹലോ കൂട്ടുകാരെ, അപ്പോൾ ഡോറ ബുജി ക്യൂട്ട് ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നാണെങ്കിൽ ഒരു സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. സ്പെഷ്യൽ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്പെഷ്യൽ ഐറ്റം ഉണ്ടാക്കാൻ പോവാണ്. കുറേ നാളുകൊണ്ട് ഞങ്ങൾ വിചാരിക്കുന്നു ഇതുപോലെയൊക്കെ ഇരുന്നിട്ട് നമ്മളൊരു പബ്ലിക്കായിട്ട് ഇരുന്ന ഒരു കുക്കിംഗ് പബ്ലിക്കായിട്ട് ഓപ്പൺ പ്ലേസിലേക്ക് ഇരുന്നിട്ട് ഒരു കുക്കിംഗ് വീഡിയോ എടുക്കണം എന്നൊക്കെ ഞങ്ങൾ കുറേ നാളുകൊണ്ട് വിചാരിക്കുന്ന ഒരു സംഭവമാണ്. അത് പല പല കാരണങ്ങളും കൊണ്ട് നടന്നില്ല. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഇപ്പം സമയത്തായി 5 മണി കഴിഞ്ഞ് 5:30 കഴിഞ്ഞു കേട്ടോ, 6 മണി ആകാറായി. അപ്പോൾ എന്തായാലും വെട്ടമൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ വിചാരിച്ചൊരു ചെറിയ കുക്കിംഗ് വീഡിയോ എടുക്കാമെന്ന്. കുക്കിംഗ് വീഡിയോ വേറെ ഒന്നുമല്ല, അമ്പലപ്പുഴ പാൽപ്പായസം ഞങ്ങൾ ഇന്ന് ഉണ്ടാക്കാൻ പോവാണ്. അതായത് എന്താടി ചിരിച്ചത്? അപ്പോൾ നമ്മൾ പായസങ്ങൾ പലതും വെച്ചിട്ടുണ്ട്, പക്ഷെ അമ്പലപ്പുഴ പാൽപ്പായസം നമ്മൾ ഇതുവരെ വെച്ചിട്ടില്ല. അപ്പോൾ കഴിച്ചിട്ടുമില്ലേ? അപ്പം കുറേ നാളുകൊണ്ട് ഓരോരുത്തരിങ്ങനെ പറഞ്ഞ് കേട്ടറിവുണ്ടായിരുന്നു അമ്പലപ്പുഴ പാൽപ്പായസത്തെ കുറിച്ച്. അപ്പോൾ ഇന്നത് ഞങ്ങൾ ട്രൈ ചെയ്ത് നോക്കാൻ പോവാണ്. അപ്പോൾ ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ അമ്പലപ്പുഴ പാൽപ്പായസം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ ഞാൻ ഇങ്ങനെ ഓരോരുത്തരും ചോദിക്കുകയും അത് നെറ്റിലൊക്കെ കയറി സെർച്ച് ചെയ്തപ്പം അതിനകത്ത് എന്തോ ഉണക്കലരി എന്ന് പറഞ്ഞിട്ട്, അതായത് നമ്മുടെ മട്ടേരി പോലത്തെ ഉണക്കലരി എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം വേണ്ടതെന്ന് പറഞ്ഞു. അപ്പം ഉണക്കലരി നമുക്ക് കിട്ടില്ല, നമ്മളത് പോയി മേടിക്കാനൊന്നും പറ്റത്തില്ല. അങ്ങാടിക്കടയിൽ പോയി ചോദിച്ചാൽ കിട്ടുമെന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ റേഷൻ കടയിൽ നിന്ന് കിട്ടിയ മട്ടേരി കുറച്ച്, അപ്പോൾ അങ്ങാടിക്കടയിൽ പോയി നമുക്ക് ആ ഉണക്കലരി മേടിക്കാൻ പറ്റാഞ്ഞുകൊണ്ട് നമ്മുടെ സ്വന്തം റേഷൻ കടയിൽ നിന്ന് കിട്ടിയ നമ്മുടെ മട്ടേരി എടുത്തിരിക്കുകയാണ്. അതായത് നമ്മുടെ എനിക്ക് സ്വന്തമായിട്ട് റേഷൻ കടയൊക്കെ ഉണ്ട്. എനിക്ക് സ്വന്തമായിട്ട് റേഷൻ കാർഡ് വരെ ഉണ്ട്. എന്റെ അപ്പോ അതെടുത്ത് ഒരു നിന്റെ അച്ഛൻ സോമന്റെ തല എടുത്ത് മതിയാ തൃപ്തിയായ പായസത്തിനോ? അപ്പൊ താണ്ടെ മട്ടേരി എടുത്ത് വെയിറ്റ് കാരണം പിടിക്കാൻ പറ്റില്ല. മട്ടേരി എടുത്ത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ മറ്റേ കുത്തരി എന്നൊക്കെ പറയത്തില്ലേ, സംഭവം തന്നെ. അപ്പം അത് വൃത്തിയാക്കി കഴുകി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനു വേണ്ടി ഉപയോഗിക്കണമെന്ന് പ്രത്യേകം അവർ എൻ്റെ അടുത്ത് പറഞ്ഞത് കൊഴുപ്പ് കളയാത്ത പാല് വേണമെന്ന് പറയാം. നമ്മുടെ പശുവിൻ്റെ കൊഴുപ്പ് കളയാത്ത പാല് വേണമെന്ന് പറഞ്ഞു. അപ്പം കൊഴുപ്പ് കളയാത്ത പാലൊന്നും ഈ സമയത്ത് എവിടെയും കിട്ടത്തില്ല. അപ്പോൾ ഞങ്ങളിത് വൈകിട്ട് പെട്ടെന്ന് ഞങ്ങൾ ഇരുന്നപ്പോൾ ഇങ്ങനെ ആലോചിച്ചെടുത്തൊരു തീരുമാനം, പെട്ടെന്നൊരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം കവർ പാല് മേടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തോട്ട് നമുക്ക് 1 ഓവർ പാൽ, അതായത് 1/2 ലിറ്റർ പാലും കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഈ സാധനം നമുക്ക് നന്നായി വേവിച്ചെടുക്കാം. എന്നിട്ട് ബാക്കി വേവിച്ചതിന് ശേഷം എന്താണെന്ന് വെച്ചാൽ പറയാം കേട്ടോ. നമ്മൾ 1 ഓവർ പാൽ ഒഴിച്ചു കൊടുക്കുന്നത്, കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്, അതിൻ്റെ കൂടെയാണ് 1 ഓവർ പാൽ ഒഴിക്കുന്നത്. എങ്ങനെ വരുമെന്ന് ആർക്കറിയാം, എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. 1 ഓവർ പാല് ഒഴിച്ചു. ഇത് നന്നായി വേവിച്ചെടുക്കണം കേട്ടോ. ഒരു ചെറിയ ഉടവ് വേവിൽ വേണമെന്ന് അവർ പ്രത്യേകം പറഞ്ഞു. ചെറിയായിട്ട് ഉടഞ്ഞ് വേവണം, അതായത് പായസത്തിന് കുറുക്കൽ വരണം. അപ്പം കുക്കറിലോട്ട് നമ്മൾ വെച്ചു. ഇനി നമ്മുടെ മെയിൻ സാധനം നമ്മൾ കത്തിക്കാൻ പോവാണ്. നമ്മളിവിടെ ആണെങ്കിൽ ഗ്യാസ് അടുപ്പല്ല ഉപയോഗിക്കുന്നത്, പമ്പ് സ്റ്റവ് ആണ്. ഗ്യാസ് തീർന്നിട്ട് കുറച്ച് നാളായി, ഗ്യാസ് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്താ ജബ്രു എപ്പോഴും ഇങ്ങനെയാണല്ലോ. അപ്പം നമ്മൾ അതിൻ്റെ പമ്പ് സ്റ്റൗവിൽ തീ കത്തിക്കാൻ പോവാണ്. അയ്യോ മൊത്തത്തിൽ ഒരു കുലുക്കം എന്താ. തെറിച്ച് എണ്ണ തെറിച്ച്. എണ്ണ ഭയങ്കരമായിട്ട് തെറിച്ച്. എണ്ണ തെറിക്കുന്ന എന്തിനാ? എണ്ണ തെറിച്ചു എന്ന് ഞാൻ പറഞ്ഞതാണ്. ഇച്ചിരി ന്യൂസ് പേപ്പർ വെച്ച് കൊടുക്കാം. ഇത് പുതിയ ബർണറാ. എന്താ ഇത്? ഇച്ചിരി പഞ്ഞി. പിടിച്ചോ? ഇപ്പൊ എല്ലാം കൂടെ ഇടിച്ചു കൊടുത്ത് താഴെ കളയും. അടർന്ന് വീഴുന്നു. അതൊക്കെ അങ്ങനെ വീഴും. അതിന് തീ പിടിച്ച് വരണം. ഇച്ചിരി പാടാ ഇത് കത്തിക്കാൻ. പിടിച്ചിട്ട് കാണാം അല്ലേ? പിടിച്ചിട്ട് കാണിച്ചാൽ മതി. അയ്യോ വില കത്തിക്കുന്നു. വല്യമ്മയുടെ മുടി കത്തുവന്ന് ഇവള് പറഞ്ഞ കേട്ടോ. വയലോട്ട് മുഖം കാണിക്കടി. അയ്യോ എന്റെ ഗപ്പുറത്ത് ക്യാമറ കളയുന്നേ. അത് അടി കിടക്കുന്ന പുകയില്ലേ, അങ്ങനെ നമ്മൾ കുക്കർ വെച്ച് കൊടുക്കുകയാണ്. ഇച്ചിരി കരി പിടിക്കും എന്തായാലും.
അടി കിടക്കുന്ന എണ്ണ കത്തിക്കൊണ്ടിരിക്കുക. അടിയിലുള്ള പുകയാണ് കയറുന്നത് മേളോട്ട്. അപ്പോൾ ഒരു 3-4 വിസിലടിക്കണം. ഇപ്പോഴേ കരിയായി. എന്താ ബാ ബാ എൻ്റെ കൊച്ചി ഇരുന്നിരുന്ന് മടുത്ത്. ചേച്ചി പെണ്ണാണെങ്കിൽ ഇപ്പൊ നല്ല രീതിയിലല്ല കൊച്ചിനെ എടുക്കുന്നത്. ഇങ്ങോട്ട് കാണിച്ചേ. ഗബ്രു ചേച്ചി പെണ്ണ് മടുത്ത് എന്നോട് അടുക്കെടുക്കുന്നു. അമ്മ വീഡിയോയില് ഗബ്രൂച്ചിനേക്കാളും വലിയ കൊന്തേ ഗബ്രൂച്ച് ഇട്ടേക്കുന്ന കേട്ടോ. കളിക്കാൻ വേണ്ടി ഞാൻ കൊടുത്തതാ. നോക്കിയേ, വഴക്കായിരുന്നു അന്നേരം. അവൻ ആ തീ കത്തുന്ന നോക്കുന്നത്. തീ നന്നായിട്ട് കത്തുന്നുണ്ട്. കരിയായി കുക്കറിൽ. നമ്മുടെ ഇവിടുത്തെ പാത്രങ്ങളൊക്കെ ചെറിയ ചില പാത്രങ്ങളൊക്കെ കരിയായിട്ടുണ്ട്. ഇതിനകത്തല്ലേ കത്തിക്കുന്നത്. ഇത് നമ്മുടെ കുക്കറാ. അയ്യോ അങ്ങോട്ട് പോണ്ട, അങ്ങോട്ട് പോണ്ട, അങ്ങോട്ട് പോണ്ട. എങ്ങോട്ട് പോവാനാ? അങ്ങോട്ട് പോവാനിട്ട് എന്താ? എന്താ ഡോണ്ട് ഡോണ്ട് അങ്ങോട്ട് പോണ്ട. വേണ്ട വേണ്ട. ഇന്ന് പഞ്ചാരെ അപ്പൊ നമ്മൾ ഇതിനു വേണ്ടി എടുത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞു തരാം. അയ്യോ മോനെ, ഏലക്ക അതിനകത്തിരിപ്പുണ്ട്. ഒരു ചെറിയ 20 രൂപയുടെ പാക്കറ്റിൽ ഏലക്ക ഇരിപ്പുണ്ടെങ്കിൽ എടുത്തുണ്ടോ? അപ്പം പിള്ളേരെ കൊണ്ട് പണിയെടുപ്പിക്കാതെ അത് കുഴപ്പമില്ല. 25 രൂപ പാക്കറ്റിന്റെ ഒരു കശുവണ്ടി ഇല്ല. ഇതിൽ ഏലക്കുണ്ട് മോനെ, ഇങ്ങോടാ. ഇതിൽ ഏലക്കുണ്ട്. നമ്മുടെ ആ കല്ലെടുത്തുണ്ടോ, ഇടിക്കല്ലെടുത്തുണ്ടോ? നമ്മുടെ ഇടിക്കല്ലും കുഴവിയും എടുത്തുണ്ടോ? 25 രൂപ പാക്കറ്റിൽ കുറച്ച് കശുവണ്ടിയും കുറച്ച് ഉണക്കമുന്തിരിയും കുറച്ച് ഏലക്കയും കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മൾ 1 കിലോ പഞ്ചസാര മേടിച്ചിട്ടുണ്ട്. പിന്നെ 2 ഓവർ പാലായിരുന്നു മേടിച്ചത്. 1 ഓവർ പാൽ ഇപ്പം അതിനകത്ത് ഒഴിച്ചു. 1 ഓവർ പാല് ഇരിപ്പുണ്ട്. ഇത് നമ്മളിവിടെ ആണെങ്കിൽ നെയ്യ് വാങ്ങിച്ചപ്പോഴും വെച്ചേപ്പുണ്ട് കുഞ്ഞിന് എന്തെങ്കിലുമൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട്. ഏത്തക്കൊക്കെ ഇങ്ങനെ റോസ്റ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട് നെയ്യ്. അപ്പോൾ ആ നെയ്യ് കുറച്ച് ഇരിപ്പുണ്ട്. അങ്ങനെ എത്രയും സാധനമേ ഉള്ളൂ. ഒരുപാട് ഐറ്റം ഒന്നും വേണ്ടാന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. ഇത്രയും സാധനങ്ങൾ മതി അമ്പലപ്പുഴ പാൽപ്പായസം ഉണ്ടാക്കാൻ വേണ്ടി. പിന്നെ 2 രീതിയിൽ അമ്പലപ്പുഴ പാൽപ്പായസം ഉണ്ടാക്കുമെന്ന് പറഞ്ഞു. ക്യാരമൽ ഏതും ഉണ്ടാക്കും, അതുപോലെ തന്നെ പാൽപ്പായസമായിട്ട് തന്നെ ഉണ്ടാക്കും. കളറില്ലാതെ ഉണ്ടാക്കുകയും ചെയ്യും. അതായത് പഞ്ചസാര ക്യാരമൽ ചെയ്തിട്ട് ഒഴിച്ച് പായസം ഉണ്ടാക്കുക. അപ്പോൾ അതിനൊരു ചെറിയ ബ്രൗൺ കളർ വരുമെന്ന് പറഞ്ഞു. അതല്ല നമുക്ക് തനി അമ്പലപ്പുഴ പാൽപ്പായസം വേണമെന്നുണ്ടെങ്കിൽ ക്യാരമൽ ചെയ്യേണ്ട, അല്ലാതെ നമ്മൾ പഞ്ചസാര നേരിട്ട് ഡയറക്റ്റ് ഇട്ടാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളിവിടെ ഡയറക്റ്റ് ഇട്ടാണ് ചെയ്യുന്നത്. കറക്റ്റ് അമ്പലപ്പുഴ പാൽപ്പായസമായിട്ട് തന്നെ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് കറക്റ്റ് അങ്ങനെ തന്നെ നമ്മൾ ചെയ്യുന്നത്. എങ്ങനെ വരുമെന്നൊന്നും അറിയത്തില്ല. ഫസ്റ്റ് ടൈം ട്രൈ ചെയ്ത് നോക്കുവാണ്. ഗബ്രൂസിന്റെ കാലയിലെ കൊതുക് കടിച്ച് ഇതിനകത്ത് നന്നായിട്ട് കാണുന്നു കേട്ടാ. ഇവിടെ കൊതുക് ശല്യം ഭയങ്കര. നമ്മള് ഗുഡ് നൈറ്റും പുകയ്ക്കലും ഒക്കെ ഉണ്ടെങ്കിലും കൊതുക് എവിടെ നിന്ന് കുഞ്ഞിനെ കടി. രാത്രി കുന്തിരികവും പോയിക്കാറുണ്ട്. അതുപോലെ തന്നെ ഗുഡ് നൈറ്റ് കുത്തിയിട്ടേക്കുക. കാരണം ഭയങ്കര കൊതുക് ശല്യം ഇവിടെ, ഭയങ്കര കൊതുക് ശല്യം. അതുകൊണ്ട് പക്ഷെ നമ്മൾ മുറ്റത്തിരിക്കുമ്പോൾ ഇവിടെ ഒന്നും കൊതുക് ശല്യം ഇല്ല. രാത്രി നമ്മൾ പെരയ്ക്കകത്താണ് കൊതുക് ശല്യം. അത് റെഡി ആയ സമയം കൊണ്ട് ഞങ്ങളുടെ ഒരു ചെറിയ പാട്ട് റെഡി. 1 2 3 സ്റ്റാർട്ട്. വാനക്കോണില് മിന്നി നിന്നൊരമ്പിളി, അമ്പിളിക്കലയ്ക്കുള്ളില് ചോര കണ്ണുയൽ, ഇങ്ങ നീലത്തുരുത്തില് നീർപ്പരമ്പില്, അമ്പിളിക്കലയ്ക്കുള്ളില് ആമ കുഞ്ഞനോ ആമക്കുറുമ്പനെന്ന് നെഞ്ചത്ത് വെറ്റില ചെല്ലവുമായി താനെ വലിഞ്ഞു കയറി തുരുത്തിൽ എങ്ങോ പതുങ്ങിയല്ലോ. താരക്കൊഴുപ്പുള്ളൊരാ പാടമോടും അത്രയും വെറ്റിലയിട്ട് വയ്ക്കാം കുഞ്ഞിളം വാവേ. കഥ കേട്ടു മെല്ലെ ചിരി കൂട്ടുമാറിൽ ചൂടിൽ ഉറങ്ങ് ഉറങ്ങ് പൊന്നേ, തളരാതെയോമൻ ചിരികൂട്ടുമാറിൽ ഉറങ്ങ് ഉറങ്ങ് പൊന്നേ, തളരാതെയോമൻ ചിരിയോടെ കൊഞ്ചി കളിയാടി വളര് വളര് വളര്.
എപ്പുട്ടാ എന്തുവാടി ചെയ്യുന്നേ? അപ്പൊ എന്താ അങ്ങനെ 3 വിസിൽ അടിച്ചിട്ടുണ്ട്. 3 വിസിൽ അടിച്ചതിന് ശേഷം നമ്മൾ എയർ കളഞ്ഞുകൊണ്ടിരിക്കുക. എന്തോന്നുള്ളതൊന്ന് നോക്കാം. 3 വിസിൽ എന്തായാലും അടിച്ചിട്ടുണ്ട്. ഈ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന അരി ആയതുകൊണ്ട് വലിയ വേവൊന്നും വേണ്ടി വരത്തില്ല, മറ്റേതിൻ്റെ അത്രയും വേവ് വേണ്ടി വരത്തില്ല. എങ്കിലും ഞാൻ ആ ചേച്ചി പറഞ്ഞു തന്ന രീതിയിൽ തന്നെ ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം അങ്ങനെ നോക്കാം എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. പിന്നെ നമ്മളല്ലേ കുടിക്കുന്ന, വയറിളകി കിടക്കുകയാണെങ്കിൽ ഇവിടെ 2 ബാത്റൂം ഉണ്ട്, ഏതെങ്കിലും ഒരെണ്ണത്തിൽ പോകും. ഒന്ന് മൂടി അല്ല എന്താ അടപ്പുറപ്പില്ലാത്ത ഒരെണ്ണം അടപ്പുറപ്പുള്ളതുമാണ്. പ്രിൻസും പ്രിൻസിയൊക്കെ അടപ്പുറപ്പ് ഇല്ലാത്തതിനകത്ത് പോട്ട്, അടപ്പുറപ്പ് ഉള്ളതിനകത്ത് ഡോറയും പോട്ട്. എന്താ പ്രിൻസ് ഇവിടുത്തെ ബാത്റൂമിൽ പോയില്ലേ? എന്താ അത് നിങ്ങൾ ആണല്ലേ? ആഹാ ഇവിടെ പോയാൽ മതി, വേണ്ട പറ്റത്തില്ല, അവിടെ പോകും. അതെന്റെ കൈ വരാനായിട്ട്. അങ്ങനെ നമ്മള് കുക്കർ തുറക്കാൻ പോവാണ്. ഭയങ്കര ടൈറ്റ് അല്ലേ, എയർ പിടിച്ചിരിക്കുന്ന കണക്ക് ഇരിക്കുന്നു. വെന്തിട്ടുണ്ട്. നിക്ക് കാണിക്കാവേ, ഇത് എവിടെയെങ്കിലും വെക്കട്ടെ. വേണ്ടേ, വെള്ളം ഇല്ലാണ്ട് വറ്റിയിരിക്കുന്നു. നമുക്കൊന്ന് ഇളക്കാം. ഇത് നമ്മൾ അതിനുള്ള തവിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഞാനിവിടെ വൈൻ ഉണ്ടാക്കുന്ന തവിയാണ്. ഈ തവിയിലാണ് ഞാൻ വൈൻ ഉണ്ടാക്കുന്നത്. അയ്യോ വേവാനുണ്ട്. വേവാനുണ്ട്. വെന്തങ്ങ് പാലെല്ലാം വലിഞ്ഞത്. നല്ല വേവാനുണ്ട്. വേവണം. ഇനി നമുക്ക് വെള്ളം ഒഴിച്ച് കഴിക്കാം. കാരണം പാല് നമുക്ക് വേണ്ടതാണ്. പാല് നമുക്കാണെങ്കിൽ പായസത്തിന് ഒഴിക്കാൻ വേണ്ടി പാല് വേണം. ആകെ നമ്മൾ 2 പേർ പാലേ മേടിച്ചിട്ടുള്ളൂ. അപ്പം അയ്യോ എൻ്റെ മോൻ എന്തിനാ കരയുന്ന? അപ്പം നല്ലതുപോലെ അങ്ങോട്ട് ഇളക്കി അങ്ങോട്ട് കൊടുത്തിട്ട് അങ്ങോട്ട് വെക്കാം. ഇനി എത്ര വിസിൽ അടിപ്പിക്കണം? ഇനി ഒരു 2 വിസിലും കൂടെ അടിക്കാം. കാരണം നല്ല വേവുണ്ട്. ഇത് നമ്മളിവിടെ സാധാരണ കലത്തിയിട്ട് വേവിക്കുമ്പോഴത്തേക്ക് പെട്ടെന്നാണ് വേവുന്ന. ഇപ്പം പെട്ടെന്ന് എയർ എടുത്ത് മാറ്റിട്ട് എടുത്തോണ്ടായിരിക്കും. അങ്ങനെ ഇരുന്നായിരുന്നു കുറച്ച് വേവുമായിരിക്കും. 2 ദിവസം കൊണ്ട് നമ്മളിവിടെ ആണെങ്കിൽ ഇതിന്റെ ചോറ് നമ്മളിവിടെ വെക്കുന്നത്, നല്ലോണം വേവിച്ചെടുക്കുന്നത്. ഇനി ഇത് കത്തിക്കുന്ന പാടാ. മറ്റേ ഗ്യാസ് ആണെങ്കിൽ പെട്ടെന്ന് കത്തും. അങ്ങനെ നമ്മൾ വീണ്ടും കുക്കറിന്റെ വിസിൽ കളയുകയാണ്. വിസിൽ കളഞ്ഞിട്ട് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. നമ്മൾ ചെയ്ത് രാത്രിയായി കേട്ടോ. ഇപ്പൊ ലൈറ്റ് എല്ലായിടത്തും ലൈറ്റ് നമ്മൾ ഇട്ടേക്കുക, വീട്ടിന് ചുറ്റും ഇട്ടേക്കുക. നല്ല പാലിന്റെ മണമുണ്ടോ? മൂക്കടഞ്ഞ് എനിക്ക് ജലദോഷമല്ലേ? നല്ല പാലിന്റെ മണം. നിനക്ക് വരുന്ന പിള്ളേരെ നോക്കാം നമുക്ക് എങ്ങനെ ഉണ്ടെന്ന്. വെന്തോന്ന് നമുക്ക് നോക്കാം. എന്റെ മുഖമൊക്കെ കാണാൻ പറ്റുന്നുണ്ടോ നല്ലതായിട്ട്? കുഴപ്പമില്ല. ഒരു സൈഡിൽ ഇച്ചിരി വെട്ടക്കൂടൽ, ഒരു സൈഡിൽ ഇച്ചിരി ബ്ലാക്ക്, അങ്ങനെ ഉള്ളു. അത് കുഴപ്പമില്ല. നമ്മുടെ പായസം കറക്റ്റ് ആയിട്ട് കിട്ടിയാൽ മതി. ഏറ് കൂട്ടുക തുറക്കുന്നത്, അതുകൊണ്ട് ഞാൻ തുറക്കാൻ പവർ ഓൺ ആയിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മള് കുക്കർ തുറന്നു. നമുക്ക് നോക്കാം ഇല്ലൊന്ന്. അടിപൊളി. ഇപ്പൊ വെന്തിട്ടുണ്ട്, നല്ലോണം ഉണ്ട്. വെന്തങ്ങോട്ട് ഉടഞ്ഞതാ കണ്ട. ഓ ഒരു കാലം ചോറുണ്ടല്ലോ. ഇത് കുറച്ച് മാറ്റേണ്ടി വരും. അത് മാറ്റണം കേട്ടോ, മൊത്തം എടുക്കണ്ട. നമുക്ക് ഈ പാത്രത്തിലോട്ട് കുറച്ച് ചോറ് മാറ്റാം. കാരണം ഇത് ഒരുപാട് പിന്നെ നമുക്ക് ഇതാക്കാം, ഫ്രിഡ്ജിനകത്തോട്ട് വെക്കാം. എന്നിട്ട് വേണമെങ്കിൽ നാളെ എങ്ങനെ ചെയ്യാം, ശരിയാക്കി എടുക്കാം. ശർക്കര ഇരിപ്പുണ്ടോ? ശർക്കര എന്തിനാ ഞാൻ ചോദിച്ചത്. നമുക്ക് മറ്റേ ശർക്കര ഇട്ടിട്ട് ശർക്കര ഇരിപ്പുണ്ട്, കുഞ്ഞിന് മുമ്പുള്ള ശർക്കര ഇരിപ്പുണ്ട്.
എനിക്കറിയാം അംഗനവാടി ഇതിന് മാത്രം ശർക്കര ഇരിക്കുന്നെന്ന്. എപ്പോഴും അംഗനവാടി ശർക്കരയും കപ്പലണ്ടിയും ഇത്തവണ നിനക്കില്ല, ശർക്കര ഇല്ല. എനിക്കത് മതി, എനിക്കതാ ഇഷ്ടം. നമുക്ക് പാലെടുത്തിട്ട് വരാം. ചായ ഇടാൻ പാലില്ലെന്ന്. ഭയങ്കര ഇരുട്ടായി ഗൈസ്. നോക്ക്, ഇവിടെ വെട്ടം, അവിടെ വെട്ടം, അവിടെ പോസ്റ്റ്. എന്നാ നിന്നെ ഇന്ന് കാണിച്ചിട്ടുള്ളൂ. പാലെടുക്കാൻ പോയ പശുവിനെ കറങ്ങുന്നു കാണുന്നില്ല. നമ്മൾ വേണ്ട അടുത്ത ഒരു പേർ പാൽ ഒഴിച്ചു കൊടുക്കുവാണ്. ഒരു പേർ രണ്ടു പേർ പാൽ കൊണ്ട് മതിയാവില്ല കേട്ടോ, കാരണം ഞാൻ കൂടുതൽ റൈസ് എടുത്തിട്ടുണ്ട്. ഇത്രയും വേണ്ടായിരുന്നു എന്ന് തോന്നുന്നു. അത് വെന്തപ്പോ ഒരുപാട് പൊലിഞ്ഞു വന്നു, ഒത്തിരി ആയിപ്പോയി. ഞാൻ രണ്ടര ഗ്ലാസ് ആണെന്ന് തോന്നുന്നു എടുത്തത്. അത്ര വേണ്ട, ഒരു ഗ്ലാസ് എടുത്താൽ മതിയായിരുന്നില്ലേ? ഒരു ഗ്ലാസ് 1.5 ഗ്ലാസ് അങ്ങനെ മതിയായിരുന്നു. 2.5 ഗ്ലാസ് എടുത്തതിൻ്റെയാന്ന് തോന്നുന്നു. അപ്പോൾ ആദ്യം നമ്മൾ പാൽ ഒഴിച്ചു കൊടുത്തു, ഒന്ന് ഇളക്കട്ടെ. ഈ അമ്പലപ്പുഴ പാൽപ്പായസത്തിന് ഇത്ര റേറ്റ് വരാനുണ്ടായ കാരണം എന്താണെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായി. ഞാൻ അമ്പലപ്പുഴ പാൽപ്പായസം വാങ്ങിക്കാൻ നോക്കി, പക്ഷേ ഭയങ്കര റേറ്റ്, അതുപോലെ തന്നെ ഭയങ്കര ഡിമാൻഡ്. ബുക്കൊക്കെ ചെയ്യണം, നേരത്തെ ബുക്ക് ചെയ്താലേ നമുക്ക് കിട്ടത്തൊക്കെ ഉള്ളൂ, അല്ലാണ്ട് മേടിക്കാനൊന്നും പറ്റത്തില്ല. അപ്പം അന്നോട്ട് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ഇത് ഇച്ചിരി കഴിക്കണമെന്ന്. ഒരേറെ പാൽ ഒഴിച്ചു, ബാക്കി ശകലം വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. വെള്ളവും കൂടെ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് സ്റ്റൗ കത്തിച്ചു കൊടുക്കാം. വീണ്ടും അങ്ങനെ നമ്മൾ അടുപ്പ് കത്തിച്ച്, അടുപ്പ് ഇച്ചിരി സീനാണ്, ഇത്തിരി കരിയൊക്കെ അടുപ്പിൽ നിന്ന് നന്നായിട്ട് കരിയൊക്കെ വരുന്നുണ്ട്. കുക്കർ അത്യാവശ്യം നല്ലോണം കരി ആയിട്ടുണ്ട്. ഇതിന് നല്ലത് വിറകടുപ്പിൽ വെക്കുന്നതായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. അപ്പം ഇനി നമ്മൾ പഞ്ചസാര നമ്മൾ കട്ട് ചെയ്തില്ല, എല്ലാം എടുത്തോണ്ട് വെച്ചു. പക്ഷെ എല്ലാം എടുത്തോണ്ട് വെച്ചു, പക്ഷെ ഭാഗ്യം ഒരു ശകലേ പോയുള്ളൂ. ഒരു സ്പൂൺ എങ്ങാണ്ട് 6 സ്പൂണാ 4 സ്പൂണാ അളന്നായിരുന്ന നീ വന്ന്. അങ്ങനെ ആദ്യം ഒരു തവണ ഇട്ടു. നമ്മള് മധുരം നോക്കിയിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ മധുരം ഇത്തിരി കൂടുതൽ കഴിക്കുന്നതല്ല ഡോറയ്ക്ക്. ഞാൻ മൊത്തം ഈ തവിക്കൊരു 3 തവി പഞ്ചസാര ഇട്ടിട്ടുണ്ട്. ഇനി മധുരം നോക്കിയിട്ട് നമുക്ക് വേറെ ഇട്ട് കൊടുക്കാം. ഒരു ശകലം നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കും. എനിക്ക് നെയ്യുടെ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പണ്ട് നെയ്യ് കറിയിനകത്ത് ഒഴിച്ചിട്ട് പഞ്ചസാരയും കൂടി ഇട്ട് ഇളക്കി കഴിക്കുമായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നെയ്യ് കഴിക്കാൻ. നെയ്യും തൈരും ഒക്കെ കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ നമ്മൾ വേണ്ട ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഏലക്ക കൂടി പൊടിച്ചു. അതിന് ഞാൻ കല്ലെടുത്തുകൊണ്ട് വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് തന്നെ ഏലക്ക ഉണ്ട്, ഒരു 3-4 ഏലക്ക മതി. എല്ലാം നമ്മുടെ പല്ലാണ്, എല്ലാം എൻ്റെ പല്ലായുധം. നെഗറ്റീവ് കമന്റ് ഉറപ്പായിട്ടും വരും കേട്ടോ. നിനക്ക് വീറില്ല വൃത്തിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നെഗറ്റീവ് കമന്റ് വരും. പണ്ട് നമ്മള് കേക്ക് മുറിച്ച് നമ്മൾ ഒരെണ്ണം നിലത്ത് കേക്ക് നമ്മൾ കൈ അവിടെ വെച്ചാൽ നമുക്ക് കഴുകിയെടുക്കാം. കേക്ക് നമ്മളാണെങ്കിൽ കേക്കിന്റെ കൈ വിരൽ പാത്രത്തിൽ വെക്കാൻ മേലായിരുന്നു. വിരൽ ഇവള് നക്കിയപ്പോ കേക്ക് മുറിച്ചിട്ട് ആ വിരൽ ഇവള് നക്കിയപ്പോഴത്തേക്ക് അതിന് നെഗറ്റീവ് കമന്റ് വന്നേ. ഭയങ്കര ഇഷ്ടം അമ്മയ്ക്കകത്ത് അരയ്ക്കാൻ. പിള്ളക്കല്ല അങ്ങനെ മറ്റേ അമ്മക്കല്ല. അങ്ങനെ നമ്മൾ ഏലക്ക പൊടിച്ച ഏലക്ക നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഏലക്ക ഇട്ട് കൊടുത്തു. തീ ആവശ്യത്തിന് തീ ഉണ്ട്.
പിന്നെ തിളച്ചിടുന്നതിനകത്തുള്ള ഇപ്പൊ ഒഴിച്ചത് എന്നാലും പിന്നെ പിന്നെയും കൂടെ ഒഴിച്ചായിരുന്നല്ലോ, അതുകൊണ്ട് ചോദിച്ചു. അത് ചൂടാവും. പിന്നെ നല്ല വെള്ള കളറായിട്ടുണ്ട് കേട്ടോ പായസം. പിന്നെ നീ എടുത്ത ക്യാമറ ഞാൻ കാണിച്ചു തരാവേ. കണ്ട ഏകദേശം ഒരു അമ്പലപ്പുഴ പാൽപായസത്തിന്റെ ആ സ്ട്രക്ചറൊക്കെ വന്നിട്ടുണ്ട്. രാവിലെ ഉണ്ടാ ഇത് നല്ല കുറുകി അങ്ങോട്ട് ഇരിപ്പുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ചേർക്കേണ്ട ചേരുവയെന്ന് വെച്ച് കഴിഞ്ഞാൽ പിടിച്ചോ. ഇനി നമുക്ക് ഇതിനകത്താണെങ്കിൽ കശുവണ്ടിയും അതുപോലെ തന്നെ കിസ്മിസും കൂടെ നമുക്ക് വറുത്ത് ചേർക്കാം. കത്രി എടുത്ത് കട്ട് ചെയ്യാം. ഇതെന്താ പല്ലുകൊണ്ട് പറ്റത്തില്ല. കുറേ നാൾ കാത്തിരുന്ന ഒരു സാധനമാണ്. അത് നമ്മൾ ഉണ്ടാക്കി അതിന് ടേസ്റ്റ് നോക്കാൻ പോവാണ്. അപ്പോൾ നമുക്ക് ടേസ്റ്റ് നോക്കാനായിട്ട് ഡോറയുടെ കയ്യിലോട്ട് ആദ്യമേ കൊടുക്കാം. ഡോറയ്ക്ക് കൊടുക്കാം ആദ്യമേ. ടേസ്റ്റ് നോക്കട്ടെ ഡോറ. ഡോറയ്ക്ക് ചൂടൊന്നും പറ്റത്തില്ല കേട്ടോ, അധികം ചൂട് പറ്റത്തില്ല. അതേ ഞാൻ ഊതി കൊടുക്കുന്നത്. ഇത് ഡോറയുടെ കയ്യിലോട്ട് കൊടുക്കാം നമുക്ക്. ക്യാമറ ചരിഞ്ഞു പോയി. പിടിച്ചോ പിടിച്ചോ പിടിച്ചോ. ആ നോക്കിയോ. അപ്പൊ എന്റെ കയ്യിൽ ഇങ്ങനെ നോക്കാൻ പറ്റാത്തതുകൊണ്ട് അതായത് നമ്മുടെ ഈ കൈ ഇങ്ങനെ നിവരുന്ന പോലെ ഡോറയുടെ കൈ വരത്തില്ല. നേരത്തെ വരുമായിരുന്നു. ഇപ്പൊ ഈ അസുഖം കൂടിയതിനു ശേഷം ഇപ്പൊ വരത്തില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഒരു ഇവിടെ ഇഷ്ടംപോലെ കൈകളുണ്ട് എനിക്ക് തരാം. അപ്പൊ ചൂടുണ്ടെങ്കിൽ പറയണേ. ചൂടുണ്ടോ? ഇല്ല ഇല്ല. പൊളി. കൊള്ളാവോ? മതി, പിന്നെ കുടിക്കാൻ ബാക്കി. ടേസ്റ്റ്. ഇത് നമുക്ക് ഇതിനകത്തോട്ട് കടുവ അല്ല, പക്ഷെ നമ്മൾ കടുവല്ല വറക്കാൻ പോകുന്നത്. നമുക്ക് ഇനി ഇതിനകത്തോട്ട് നമ്മുടെ അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ വറുത്തിടാം. ഇവിടെ നമ്മൾ അണ്ടിപ്പരിപ്പ് അങ്ങനെ അധികം പറയത്തില്ല കേട്ടോ, കാരണം ആദ്യത്തെ ആ വാക്ക് ഇവിടെ തെറിയാണ്. എല്ലായിടത്തും എങ്ങനെയാണെന്ന് അറിയത്തില്ല. ആടാടാടാട് പായസം ആടാനെ. അപ്പൊ എന്താ ഇനി നമുക്ക് അതിനകത്ത് ചെയ്യാനുള്ള? കശുവണ്ടിയും മുന്തിരിയും നമുക്ക് ചേർക്കാം. അതിനു മുമ്പ് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് തിളച്ചോട്ടെ, ചെറുതായിട്ടൊന്ന് തിളക്കട്ടെ. എന്നിട്ട് നമുക്ക് നെയ്യിൽ വറുത്ത അണ്ടിപ്പരിപ്പ് മുന്തിരി നമുക്ക് ഇട്ട് കൊടുക്കാം. അത് ശരിക്കും പാൽപ്പായസത്തിനകത്ത് അതുണ്ടോ? പാൽപ്പായസത്തിനകത്ത് അങ്ങനെ ഇടാറില്ല. അമ്പലപ്പുഴ പാൽപ്പായസത്തിനകത്ത് അത് ഇടാറില്ല. പിന്നെ നമ്മുടെ പായസം ആയതുകൊണ്ട് അതിനകത്ത് ജസ്റ്റ് ഒന്ന് ഇടുന്നു. നിങ്ങളിത് കാണുന്ന അങ്ങോട്ട് നോക്കി കണ്ട കൂരിരുട്ട്. ഈ കൂരിരുട്ടത്തിരുന്ന ഞങ്ങൾ ഈ വീഡിയോ ചെയ്ത് നോക്കി. അവിടെയൊക്കെ പോസ്റ്റിൻ്റെ ലൈറ്റ് കിടക്കുന്ന എത്രയും ഇരുട്ടാണ്. നമ്മുടെ ഇങ്ങോട്ട് ഇരുട്ടാണ് കേട്ടോ. പിന്നെ നമ്മുടെ വീടിൻ്റെ ഇവിടെ കഴിഞ്ഞതിന് ശേഷം അവിടെയും പോസ്റ്റ് ഉണ്ട് കണ്ട, അങ്ങേ അറ്റത്തും പോസ്റ്റ്. ഇത് നമ്മുടെ വഴിയുടെ അവസ്ഥയാണ്. ദേ കണ്ട കൂരിരുട്ട്. രാത്രി ഇവിടെ ഭയങ്കര കള്ളന്മാരുടെ ശല്യമാണെന്നേ. മിക്ക ദിവസം കള്ളന്മാരുടെ ശല്യമുണ്ട്. ഞങ്ങൾ ടോർച്ച് അടിച്ചുകൊണ്ട് നടക്കും, കാരണം ഇങ്ങനെ ഈ പറമ്പ് ഇങ്ങനെ കിടക്കുമല്ലേ, അത് കാരണം. അതുകൊണ്ട് മിക്ക ദിവസം ഞാനും അപ്പുറത്തെ വീട്ടിലെ പയ്യനും കൂടെ ടോർച്ച് അടിച്ചിറങ്ങും. ഇവിടെ ഡോറയും നമ്മുടെ പ്രിൻസും നമ്മുടെ ഗബ്രൂട്ടനും ഇത് അവിടെ ഇരിപ്പുണ്ട് കണ്ട. ഞങ്ങൾ വെയിറ്റിംഗില്ല. ഇവരെല്ലാരും വെയിറ്റിംഗ്. ഞങ്ങൾ വൈകിട്ട് 5:30 സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പൊ സമയം എത്രയായി നോട്ടെ? 6:59. 7 മണിയായി സ്റ്റാർട്ട് ചെയ്തിട്ട്. പായസം തിളച്ചു. നമുക്കൊന്ന് ഇളക്കി എടുക്കാവേ. ആഹാ. ഇനി നമുക്ക് ഇതിനകത്തോട്ട് നമ്മുടെ അണ്ടിപ്പരിപ്പ് മുന്തിരി വറക്കാനുള്ള സാധനം വെച്ച് കൊടുക്കാം. ഞാനാണ് കേട്ടോ ക്യാമറ പിടിക്കുന്നത്. അപ്പൊ ഇത് ഇച്ചിരി വെയിറ്റ് ഉള്ളതുകൊണ്ട് എനിക്ക് അത്ര ഇടയ്ക്ക് കുലുങ്ങലൊക്കെ ഉണ്ട്. അവളുടെ കൈക്ക് ബാലൻസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് എല്ലാവരും ക്ഷമിക്കണം. വീഡിയോ ഷെയ്ക്ക് ആയെങ്കിൽ കേട്ടോ, പ്രത്യേകിച്ച് ഇച്ചായനും. ശകലം മതി, 1 സ്പൂണോ 2 സ്പൂണോ മതി. ആ ചേച്ചി അങ്ങനെ പറഞ്ഞത്.
നമ്മൾ വേറെ തവി എടുത്തില്ലായിരുന്നു കേട്ടോ, അതുകൊണ്ട് ഇത് തന്നെ ഇട്ടങ്ങ് വറുത്ത് പോരുക നമ്മൾ പെട്ടെന്ന്. എനിക്ക് മുന്തിരി അധികം ഇടുന്ന ഇഷ്ടമല്ല, ഒരു പുളിപ്പും ഉണ്ടാകും. അങ്ങനെ ഡോറ ബുജി ക്യൂട്ട് ഫാമിലിയുടെ സ്വന്തം അമ്പലപ്പുഴ പാൽപ്പായസമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടിരുന്നത്. അടുത്തോട്ട് കാണിച്ചു കൊടുത്തിട്ട് എൻ്റെ അമ്മേ, കുക്കർ നിറച്ച് പായസമായി കേട്ടോ. ഇത് കണ്ട ആവി പറക്കുന്നു. നല്ല ചൂട് ചൂട് പായസം കണ്ട, ചൂട് ചൂട് കൊഴുത്ത പായസം. ഞാൻ ഇവർക്ക് എല്ലാവർക്കും ഓരോ ഗ്ലാസ് കൊടുത്തു നോക്കട്ടെ, കുടിച്ചിട്ട് ഇവരുടെ അഭിപ്രായം നമുക്ക് ചോദിക്കാം. നല്ല കൊഴുത്ത അടിപൊളി പായസം എന്താ, ആഹാ. ഞാൻ ടേസ്റ്റ് നോക്കട്ടെ. എനിക്ക് നേരത്തെ നോക്കിയപ്പോൾ ഇഷ്ടപ്പെട്ടായിരുന്നു, എന്നാലും അരേ വാ പോയേക്കാം. എവിടെ അല്ല അരേ വാ, നീ പോ അങ്ങോട്ടേലും. ഓ സൂപ്പർ, അങ്ങനെ അങ്ങനെ നമ്മുടെ കണ്ട് പായസം നമ്മൾ ഉണ്ടാക്കി റെഡിയാക്കിയിട്ടുണ്ട്. 5 ഗ്ലാസ് പായസം നമ്മൾ എടുത്തിട്ടുണ്ട്. എന്താ എടുക്കാനാ ഇത് പിടിച്ചേക്ക് പ്രിൻസി, ചൂടാ മോള് പിടിക്കത്തില്ല. എന്നാ പ്രിൻസി പിടിച്ചേ, പിടിച്ചേ. ബാ 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 ബാ. ആ ഇനിതാ. അപ്പോൾ നമ്മൾ കണ്ട് 5 ഗ്ലാസ് പായസം എടുത്തിട്ടുണ്ട്. എനിക്ക്, പപ്പായ്ക്ക്, ഡോറയ്ക്ക്, പ്രിൻസിക്ക്, അങ്ങനെ 5 പേർക്കും കൂടെ വേണ്ടിയിട്ട് 5 ഗ്ലാസ് പായസം എടുത്തിട്ടുണ്ട്. ആദ്യമത്തെ ഈ വലിയ സ്പൂണുള്ളത് പ്രിൻസ് എടുക്കുക, ചൂടുണ്ട് കൊള്ളരുത്. ഈ കൊച്ചു സ്പൂണുള്ളത് പ്രിൻസി എടുക്കുക. ഈ കൈപ്പിടി ഉള്ളത് ഡോറയ്ക്ക്. ഞാൻ വീഡിയോ എടുക്കുമല്ലേ. ആണോ? യോ ക്യാമറ മാസ്റ്ററി. എന്നിട്ട് ഇത് ഒന്ന് എനിക്കും ഒന്ന് പപ്പായ്ക്കുമാണ്. അപ്പോൾ ഇവരൊക്കെ കഴിച്ചു നോട്ടുമോ. ഗബ്രൂട്ടിന് പിന്നെ തരാം, ഗബ്രൂട്ടിന് തരാം. കഴിച്ചോ? ചൂട് ശകലം എടുത്ത് ഊതിയിട്ട് കഴിച്ചു നോക്ക്. ശകലം എടുത്ത് സ്പൂണിൽ. ഓ എന്റെ ഈശോ, താഴെ വെച്ചായ കുഞ്ഞ് അമ്മേന്നോ അതെവിടുന്ന ഒരു വിളി കേട്ടെ. അല്ല, അവളുടെ മേത്തോട്ട് വീണതാ. കഴിച്ചില്ല, വായിലെത്തി. അറ്റത്തില്ലുമ്പത്തേനും തന്നെ അടുത്തയാള്. കൊള്ളാ? ചൂടത്ത് ചെറുതായിട്ടൊന്ന് നാക്ക് പൊള്ളിയായിരുന്നു. ഇല്ലേ? സന്തോഷായോ? ഓർക്കപ്പുറത്ത് കിട്ടിയ പായസം ഉണ്ടാക്കി തന്ന, വെളുപ്പം ഉണ്ടാക്കി തന്ന ഇഷ്ടപ്പെട്ടാ? പ്രതീക്ഷിച്ചായിരുന്നോ? ഇല്ല, നമ്മളാരും പ്രതീക്ഷിച്ചില്ലേ? അപ്പൊ ഇതോടുകൂടി നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ കൂട്ടുകാരെ, നമ്മുടെ ഈ അമ്പലപ്പുഴ പാൽപ്പായസം ഉണ്ടാക്കിയ രീതി ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണം. നമ്മുടെ ഈ ഒരു കുഞ്ഞു വീഡിയോയ്ക്ക് നിങ്ങൾ കുഞ്ഞ് ലൈക്ക് തരണം. മാത്രമല്ല, നിങ്ങൾ നിങ്ങളുടെ ഒരു 10 ഫ്രണ്ട്സിന് ഇത് ഷെയർ ചെയ്യുക, എന്നിട്ട് അവരോട് പറയണം. അപ്പോൾ കൂട്ടുകാരെ, ഞങ്ങൾ ഉണ്ടാക്കിയ അമ്പലപ്പുഴ പാൽപ്പായസം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു കുഞ്ഞ് ലൈക്ക് തരാം. മാത്രമല്ല, നിങ്ങളുടെ ഒരു 10 ഫ്രണ്ട്സിന് ഇത് ഷെയർ ചെയ്യണം, എന്നിട്ട് അവരോട് പറയണം അവരുടെ ഒരു 10 ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത്. ഇതൊരു സിനിമയുടെ ഡയലോഗാണ്, പക്ഷേ നമ്മുടെ സാഹചര്യം അങ്ങനെയാണ്. കാരണം നിങ്ങളിങ്ങനെ ഷെയർ ചെയ്ത് ഒരുപാട് പേര് കണ്ടാലേ നമുക്ക് വരുമാനം വരത്തുള്ളൂ. അറിയാലോ നമ്മുടെ അവസ്ഥയൊക്കെ. അപ്പം നമ്മളെ സ്നേഹിക്കുന്ന എല്ലാവരും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക, അവരുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാൻ പറയുക. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കൂട്ടുകാരെ, കുഞ്ഞ് ലൈക്ക് തന്നതിന് ശേഷം നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തുള്ളൊരു മറ്റു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും കൂട്ടുകാരെ, ബൈ.